ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെട്ടിനാട് സ്റ്റൈല് കോളിഫ്ലവർ മസാലക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 10 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർക്കാം. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് സവാളയും ഉപയോഗിക്കാം. വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർക്കാം. ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു പകുതി ഭാഗം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും, ചേർത്താൽ നല്ലതാണ്. ഇനി ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇതുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു മസാലയും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാലയാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം. 1 കഷ്ണം കറുകപ്പട്ട, 5 ഗ്രാമ്പൂ, 1 ഏലക്ക, ഇത്രയും കൂടി നമുക്ക് എണ്ണയിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ചേർക്കാം. മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ മല്ലിക്ക് പകരം നമുക്ക് മല്ലിപ്പൊടിയും ഉപയോഗിക്കാം. മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർക്കണം, പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. 10 ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് നമ്മൾ ചെറിയുള്ളി തന്നെ ചേർക്കണം, അതാണ് ടേസ്റ്റ് കൂട്ടുന്നത്. കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സവാള ഉപയോഗിക്കാം, മസാലയ്ക്ക് നമ്മൾ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഇതിലേക്ക് 3 കാഷ്നട്ടും കൂടി ചേർക്കാം. കാഷ്നട്ട് ഇത്ര തന്നെ ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് തേങ്ങയാണ് വേണ്ടത്. 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്ര തന്നെ മതി. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടണം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്താലും മതി, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്താൽ മതി. ഇപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത കാരണം മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അങ്ങനെ മല്ലിപ്പൊടിയാണ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചേർത്താൽ മതി. വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ 2 തക്കാളിയാണ്, വലുതാണെങ്കിൽ 1 തന്നെ മതിയാവും. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത തക്കാളിയാണ്. അപ്പോൾ തക്കാളി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർക്കാം. അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ചേർത്തതാണ്, അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ റെഡിയാണ്. നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് കൂടി തളിച്ച് ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുകും കുറച്ച് കരിവേപ്പിലയും 2-3 വറ്റൽ മുളകും കൂടി ചേർക്കാം. ഇതിന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാലക്കറി റെഡിയാണ്.
ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ കോളിഫ്ലവർ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.